ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ UPSC ഹബ് കേരള. നമ്മളിന്നിവിടെ 13-ാം തീയതി നടക്കാൻ പോകുന്ന കേരള വാട്ടർ അതോറിറ്റി ലാബ് അസിസ്റ്റൻറ്റിൻ്റെ PYQ ആണ് ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, അതിനു വേണ്ടിയിട്ട് ചെറിയൊരു PYQ അനാലിസിസ് ആണ് നോക്കുന്നത്. സോ 2022 നടന്ന എക്സാമിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണിത്. സോ നമ്മൾ ഒരു ആൻസറിങ് എന്ന നിലയിലുപരി ഓപ്ഷൻസിനെ ഇവാലുവേറ്റ് ചെയ്യുകയാണ്. അതായത് ഓപ്ഷൻസിൽ വരുന്ന ഓരോ പോയിന്റ്സും കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുകൊണ്ടാണ് പോകുന്നത്. ഓക്കെ, ഇതൊരു എക്സ്പ്ലനേഷൻ സെഷനായിട്ട് കൺസിഡർ ചെയ്താൽ മതി. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഗോവ വാസ് ക്യാപ്ചർഡ് ബൈ പോർച്ചുഗീസ് അണ്ടർ ദി വൈസ് റോയാലിറ്റി ഓഫ് ഗോവ. ഓക്കെ, ഗോവ ഏത് പോർച്ചുഗീസ് ലോർഡാണ് അല്ലെ വൈസ്രോയ് ആണ് പിടിച്ചടക്കിയത്? അൽഫോൺസ് ഡി അൽബുക്കർക്കാണ് ഗോവ പിടിച്ചടക്കിയത്. ഓക്കെ, സമത്വ സമാജം വാസ് ഓർഗനൈസേഷൻ എസ്റ്റാബ്ലിഷ്ഡ് ബൈ വൈകുണ്ഠസ്വാമി എസ്റ്റാബ്ലിഷ് ചെയ്ത ഓർഗനൈസേഷനാണ് സമത്വ സമാജം. ഓക്കെ, ചട്ടമ്പി സ്വാമികൾ എഴുതിയ ബുക്കാണ് അല്ലെ എഴുതിയൊരു വർക്കാണ് വേദാധികാര നിരൂപണം. ഓക്കെ, വേദാധികാര നിരൂപണം. ഇദ്ദേഹത്തെ തന്നെയാണ് ബാലഭട്ടാരകൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ബാലഭട്ടാരകൻ എന്ന് അറിയപ്പെടുന്നത് ചട്ടമ്പി സ്വാമികളാണ്. ശ്രീനാരായണ ഗുരു ഫോം ചെയ്ത ഒരു ഓർഗനൈസേഷനാണ് അല്ലെ ഒരു യോഗമാണ് SNDP. ഓക്കെ, SNDPൻ്റെ മുഖപത്രമായിരുന്നു വിവേകോദയായിരുന്നു SNDPൻ്റെ മുഖപത്രം. അതിൻ്റെ പേര് മാറ്റി ഇപ്പം അതിൻ്റെ നെയിം എന്ന് പറയുന്നത് യോഗാനാഥൻ എന്നാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ മുഖപത്രത്തിൻ്റെ ഇപ്പോഴത്തെ പേര് യോഗാനാഥൻ എന്നാണ്. ഓക്കെ, SNDPൻ്റെ. ഓക്കെ, വാഗ്ബടാനന്ദൻ്റെ ഒരു പോയിന്റ് പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ, വാഗ്ബടാനന്ദനാണ് ഊരാളുങ്കൽ ലേബർ കോപ്പറേറ്റീവ് സൊസൈറ്റി സ്ഥാപിച്ചത്. ഓക്കെ, ഊരാളുങ്കൽ ലേബർ കോപ്പറേറ്റീവ് സൊസൈറ്റി സ്ഥാപിച്ചത്. നെക്സ്റ്റ്, മാതൃഭൂമി വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ദ ഇയർ 1923. 2023 100 വർഷം തികഞ്ഞതിൻ്റെ ആഘോഷമൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, ആ ഒരു ടൈം പീരീഡ് അവർ സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു 1 year. The word secular was added to the constitution during the prime ministership of ഇന്ദിരാഗാന്ധി. ഇന്ദിരാഗാന്ധിൻ്റെ ഒരു ടൈം പീരീഡിലാണ് സെക്കുലർ എന്ന് പറയുന്ന വേർഡ് ബൈ 42nd amendment നമ്മളെ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് ആഡ് ചെയ്തത്. ഓക്കെ, ദി ഡിക്ലറേഷൻ ഓഫ് റൈറ്റ്സ് ഓഫ് മാൻ ആൻഡ് ദി സിറ്റിസൺസ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ഫ്രഞ്ച് റെവല്യൂഷൻ. ഓക്കെ, ഡിക്ലറേഷൻ ഓഫ് റൈറ്റ്സ് ഓഫ് മാൻ ആൻഡ് സിറ്റിസൺ ഈസ് അസോസിയേറ്റഡ് വിത്ത് ഫ്രഞ്ച് റെവല്യൂഷൻ. ഓക്കെ, നെക്സ്റ്റ് വൺ, ഹു ഇസ് ദ ഫാദർ ഓഫ് യക്ഷഗാന? യക്ഷഗാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? പാർത്ഥിസുബയാണ്. ഓക്കെ, പാർത്ഥിസുബ ഈസ് നോൺ ആസ് ദി ഫാദർ ഓഫ് യക്ഷഗാന. നെക്സ്റ്റ്, ഹു വോൺ ദ ഫസ്റ്റ് ഇൻഡിവിജ്വൽ ഗോൾഡ് മെഡൽ ഇൻ ഒളിമ്പിക്സ് ഫോർ ഇന്ത്യ? ഫസ്റ്റ് ശ്രദ്ധിക്കണം, ഫസ്റ്റ് ഇൻഡിവിജ്വൽ ഗോൾഡ് മെഡൽ ഇൻ ഒളിമ്പിക്സ്. ഓക്കെ, ഫസ്റ്റ് ഇൻഡിവിജ്വൽ ഗോൾഡ് മെഡൽ ഇൻ ഒളിമ്പിക്സ് ഫോർ ഇന്ത്യ ആരാ? അഭിനവ് ബിന്ദ്ര. ഓക്കെ, അഭിനവ് ബിന്ദ്ര. കൊച്ചി രാജ്യചരിത്രം എഴുതിയത് ആരാണ്? കൊച്ചി രാജ്യചരിത്രം എഴുതിയത് KP പത്മനാഭ മേനോനാണ്. ഏത് വർഷം? 1912, 1912. ഓക്കെ, KP പത്മനാഭൻ wrote കൊച്ചി രാജ്യചരിത്രം in 1912. നെക്സ്റ്റ്, which among the following is considered as the biggest gathering of Christians in Asia? ക്രിസ്ത്യൻസിൻ്റെ ഏറ്റവും വലിയ ഗ്യാതറിംഗ്, ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഗ്യാതറിംഗ് എന്ന് പറയുന്നത് മരാമൺ കൺവെൻഷൻ ആണ്. ഓക്കെ, മരാമൺ കൺവെൻഷൻ is the biggest gathering of Christians in Asia. Okay, Maraman Convention. Who is the current president of Ukraine? Easy question ആണ്, Vladimir Zelensky. Sandstone is an example of sedimentary rock. Sandstone is an example of sedimentary rock. Identify the largest irrigation project in Kerala. കേരളത്തിലെ ഏറ്റവും വലിയ ഇറിഗേഷൻ പ്രൊജക്റ്റ് ഏതാ? കല്ലട. ഓക്കെ, കല്ലട. Identify the largest irrigation project in Kerala? കല്ലട. Which among the following are involved in the process of heating the atmosphere? അറ്റ്മോസ്ഫിയറിനെ ഹീറ്റ് ചെയ്യുന്ന പ്രോസസ്സിൽ അതായത് ഇൻവോൾവ് ആയിട്ടുള്ള പ്രോസസ്സസ് ഏതൊക്കെയാണെന്ന്. ഓക്കെ, 1 കണ്ടക്ഷൻ, 2 അഡ്വെക്ഷൻ, 3 കൺവെക്ഷൻ, 4 ഇൻഫിൽട്രേഷൻ. സോ ഈ പറഞ്ഞ 4 1 തെറ്റാ. അപ്പോൾ അത് ഏതായിരിക്കും? 4 തെറ്റാണ്. ഇൻഫിൽട്രേഷൻ തെറ്റാണ്. കണ്ടക്ഷനും അഡ്വെക്ഷനും കൺവെക്ഷനുമാണ് അറ്റ്മോസ്ഫിയറിനെ ഹീറ്റ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ്, ഫോർമേഷൻ ഓഫ് U-shaped valleys is associated with glaciers. Formation of U-shaped valley is associated with glaciers. Which among the following pairs are correctly matched? ഈ പറഞ്ഞിരിക്കുന്നതിൽ
ഏതൊക്കെയാണ് കറക്റ്റ് ആയിട്ടുള്ളത്? ഇവിടെ ഒന്ന് തെറ്റാ, അതേതായിരിക്കും? നറോറ UP, റവത്ബട്ട MP, താരാപൂർ മഹാരാഷ്ട്ര, കൈഗ കർണാടക. സോ ഇതിലൊന്ന് തെറ്റാ, റവത്ബട്ടയാണ് തെറ്റ്. ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ഇൻ രാജസ്ഥാൻ. രാജസ്ഥാനിലാണ് ഇത് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. റവത്ബട്ട ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് രാജസ്ഥാനിലാണ്, മധ്യപ്രദേശിലല്ല. നറോറയുടെ UP, താരാപൂർ മഹാരാഷ്ട്ര, കൈഗ കർണാടക. ഓക്കെ, അപ്പം 1ഉം 3ഉം 4ഉം ആണ് കറക്റ്റ്. Zaporizhzhia nuclear power plant is located in which country? Zaporizhzhia nuclear power plant is located in Ukraine. യുക്രൈനിലാണ്. യുക്രൈനായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള 2 ക്വസ്റ്റ്യൻസ് ഇപ്പോൾ തന്നെ വന്നു. Which of the following program was were related to the Green Revolution in India? ഗ്രീൻ റെവല്യൂഷനായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രോഗ്രാംസ് ഏതൊക്കെയായിരുന്നു? അഗ്രികൾച്ചർ ഡിസ്ട്രിക്ട് പ്രോഗ്രാം, ഇൻറ്റൻസീവ് അഗ്രികൾച്ചറൽ ഏരിയ പ്രോഗ്രാം, ഹൈ യീൽഡിംഗ് വെറൈറ്റീസ് പ്രോഗ്രാം. സോ ഈ 3 ഗ്രീൻ റെവല്യൂഷനായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളത്. ഓക്കെ, 1, 2 and 3. സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെന്റ് പ്രോഗ്രാം വേറൊരു പ്രോഗ്രാമുമായിട്ട് റിലേറ്റഡ് ആണ്. Which among the following income tax rate is applicable to a normal resident individual other than senior and super senior citizen in India at present? അതായത് സാധാരണ ഒരു നോർമൽ റെസിഡൻറ്റ് ഇൻഡിവിജ്വലിന് ഏർപ്പെടുത്തിയിട്ടുള്ള ഇൻകം ടാക്സ് റേറ്റ് അതേതാ? ഓപ്ഷൻ 1 and 2. ഓക്കെ, സീനിയർ സിറ്റിസൺ അല്ല, സാധാരണ ഒരു റെസിഡൻറ്റിന്, സാധാരണ ഒരു ഇൻഡിവിജ്വലിന്. ഓക്കെ, up to rupees 2,50,000. Rupees 2,50,000 to 5 lakh. Okay, 5%. The strategy of industrialization of second 5-year plan had the following elements. Increase the rate of investment as development depends upon the rate of investment. അതായത് സെക്കൻഡ് 5-year പ്ലാനിൽ സ്ട്രെസ് ചെയ്തിട്ടുള്ള സ്ട്രാറ്റജീസ്, അതായത് സ്ട്രാറ്റജി ഓഫ് ഇൻഡസ്ട്രിയലൈസേഷനിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള എലമെൻറ്റ്സ് ഏതൊക്കെയാണ്? 1, ഇൻവെസ്റ്റ്മെൻറ്റ് കൂട്ടുക. അതായത് ഇൻവെസ്റ്റ്മെൻറ്റ് കൂട്ടുക എന്നതിൻ്റെ അർത്ഥം തന്നെ ഡെവലപ്മെൻറ്റ് കൂട്ടുക, അതായത് റേറ്റ് ഓഫ് ഡെവലപ്മെൻറ്റ് ഇൻക്രീസ് ചെയ്യാനാണ്. ഓക്കെ, റാപ്പിഡ് എക്സ്പാൻഷൻ ഓഫ് പ്രൊഡക്റ്റീവ് പവർ ബൈ ഇൻക്രീസിംഗ് ദ പ്രൊപ്പോർഷൻ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഹെവി ആൻഡ് ക്യാപിറ്റൽ ഗുഡ്സ് സെക്ടേഴ്സ്. അതായത് ഹെവി ആൻഡ് ക്യാപിറ്റൽ ഗുഡ്സ് സെക്ടേഴ്സിൽ കുറച്ചും കൂടി സ്ട്രെസ് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് ഇൻക്രീസിംഗ് ദ സ്കോപ്പ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് പബ്ലിക് സെക്ടർ. പബ്ലിക് സെക്ടറിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക അതർ ദാൻ പ്രൈവറ്റ് സെക്ടർ. ഓക്കെ, പ്രൈവറ്റ് സെക്ടറിന് ഒരു പ്ലെയർ റോള് കൊടുക്കാണ്ട് പബ്ലിക് സെക്ടറിന് മേജർ റോൾ കൊടുക്കുക. ഓക്കെ, നെക്സ്റ്റ് ആസ് പെർ ആർട്ടിക്കിൾ 279A ദ അമെൻഡഡ് ഓഫ് ദി അമെൻഡഡ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, ദ ചെയർപേഴ്സൺ ഓഫ് GST കൗൺസിൽ ഈസ് ആരാ? ഫിനാൻസ് മിനിസ്റ്റർ. യൂണിയൻ ഫിനാൻസ് മിനിസ്റ്റർ ആണ് GST കൗൺസിലിൻ്റെ ചെയർപേഴ്സൺ. GST കൗൺസിൽ വരുന്ന ഒരു ആർട്ടിക്കിളാണ്, അല്ലെങ്കിൽ ആ ഒരു എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ഒരു ആർട്ടിക്കിളാണ് 279A. ഓക്കെ, 279A GST കൗൺസിൽ ചെയർപേഴ്സൺ ഈസ് യൂണിയൻ ഫിനാൻസ് മിനിസ്റ്റർ. Which among the following committee is connected with the capital account convertibility of Indian rupee? Capital account convertibility of Indian rupee ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കമ്മിറ്റി ഏതാ? താരാപൂർ കമ്മിറ്റി. ഓക്കെ, താരാപൂർ കമ്മിറ്റി ഈസ് റിലേറ്റഡ് ടു capital account convertibility of Indian rupee. നെക്സ്റ്റ് ആയിട്ടുള്ള തിവാരി കമ്മിറ്റി. തിവാരി കമ്മിറ്റി എന്ന് പറയുന്നത് ways to improve environment legislation and administration. അതായത് എൻവയോൺമെൻറ്റ് ലെജിസ്ലേഷനും അഡ്മിനിസ്ട്രേറ്റീവ് റിലേറ്റഡ് ആയിട്ടുള്ള റെക്കമെൻഡേഷൻസ് കൊടുത്ത ഒരു കമ്മിറ്റിയാണ് തിവാരി കമ്മിറ്റി. ഇറ്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ദ ഇയർ 1918. ഓക്കെ, 1918 ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ റിപ്പോർട്ട് വന്നത് 1981 തിവാരി കമ്മിറ്റി. ഓക്കെ, നെക്സ്റ്റ് ചെല്ലയ്യ കമ്മിറ്റി. ചെല്ലയ്യ കമ്മിറ്റി എന്ന് പറയുന്നത് കോംപ്രഹെൻസീവ് റീഫോം ഓഫ് സിസ്റ്റം ഓഫ് സെൻട്രൽ ടാക്സ് സിസ്റ്റത്തിൻ്റെ കംപ്ലീറ്റ് റീഫോമുമായിട്ട് റിലേറ്റഡ് ആയിട്ട് റെക്കമെൻഡേഷൻസ് കൊണ്ടുവന്ന കമ്മിറ്റിയാണ് ചെല്ലയ്യ കമ്മിറ്റി. ഓക്കെ, ചെല്ലയ്യ കമ്മിറ്റി, സെൻട്രൽ ടാക്സസ്. ഓക്കെ, സിസ്റ്റം ഓഫ് സെൻട്രൽ ടാക്സസ്. ലാസ്റ്റ് നരസിംഹം കമ്മിറ്റി. നരസിംഹം കമ്മിറ്റി എന്ന് പറയുന്നത് എക്സാമിൻ ദി ഫങ്ഷനിങ് ഓഫ് ബാങ്ക്സ്. ഓക്കെ, ബാങ്കിൻ്റെ ഫങ്ഷനിങ്ങുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്ന ഒരു കമ്മിറ്റിയാണ് നരസിംഹം കമ്മിറ്റി. 1991 ഇത് വന്നത്. ഓക്കെ, ഈ ഒരു കമ്മിറ്റീൻ്റെ റെക്കമെൻഡേഷൻസ് പ്രകാരമാണ് നമുക്ക് RRBs എസ്റ്റാബ്ലിഷ് ആയത്. അതായത് റീജിയണൽ റൂറൽ ബാങ്ക്സ് എസ്റ്റാബ്ലിഷ് ആവാൻ കാരണമായ കമ്മിറ്റിയാണ് നരസിംഹം കമ്മിറ്റി. ഓക്കെ, ഹു ഇസ് ദി പ്രസന്റ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഓഫ് നീതി ആയോഗ് ഇൻ ഇന്ത്യ? ഇത് നമ്മൾ PSC ക്യാൻസൽ ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. എക്സ് ഒഫീഷ്യോ ചെയർപേഴ്സൺ ഓഫ് രാജ്യസഭ ഈസ് വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. രാജ്യസഭേൻ്റെ എക്സ് ഒഫീഷ്യോ ചെയർപേഴ്സൺ ആരാ? വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ.
അപ്പം പിന്നെ ലോക്സഭേൻ്റെ ആണെങ്കിൽ സ്പീക്കർ ഓഫ് ലോക്സഭ. ഓക്കെ, നെക്സ്റ്റ് ആർട്ടിക്കിൾ 32 is the heart and soul of the constitution. ആർട്ടിക്കിൾ 32 is the heart and soul of the constitution എന്ന് പറഞ്ഞത് ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ്. ഓക്കെ, ഡോക്ടർ ബി ആർ അംബേദ്കർ. Right to property is not a fundamental right. Now it's a legal right. Mention the article. ഓക്കെ, നമ്മൾ പ്രോപ്പർട്ടി റൈറ്റ് 44th അമെൻമെൻറ്റ് വഴി എന്താ പറയുക, ഫണ്ടമെൻ്റൽ റൈറ്റ് എന്ന് മാറ്റി അതൊരു ലീഗൽ റൈറ്റ് ആക്കി മാറ്റി. അത് ഏത് ആർട്ടിക്കിൾ? ആർട്ടിക്കിൾ 300. ഓക്കെ, ഇന്ത്യ ഈസ് എ ക്വാസി ഫെഡറൽ സിസ്റ്റം. ആരാ പറഞ്ഞത്? കെ സി ബിയർ. ഇന്ത്യ ഈസ് എ ക്വാസി ഫെഡറൽ സിസ്റ്റം. ഹൂസ് കെ സി ബിയർ. മിൻറ്റോ മോളി റീഫോംസ് ആക്ട് വാസ് ഇൻ 1909. 1909 മിൻറ്റോ മോളി റീഫോംസ് വരുന്നത്. അപ്പോൾ മൊണ്ടേഗോ ചെംസ്ഫോർഡ് റീഫോംസ് വരുന്നത് എപ്പോഴാണ്? മൊണ്ടേഗോ ചെംസ്ഫോർഡ് റീഫോംസ് 1990 1990 മൊണ്ടേഗോ ചെംസ്ഫോർഡ് റീഫോംസ് വരുന്നത്. അപ്പം 1850 നമുക്ക് നമ്മുടെ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് കഴിഞ്ഞിട്ടുള്ള ക്വീൻസ് പ്രൊക്ലമേഷൻ വരുന്നത് 1858. ഓക്കെ, 1861 ഒരു കൗൺസിൽ ആക്ട് വരുന്നുണ്ട്. ആ ഒരു കൗൺസിൽ ആക്ട് പ്രകാരമാണ് ലോർഡ് കാനിങ് ഇന്ത്യയിൽ, ആ ഒരു ബ്രിട്ടീഷ് ഇന്ത്യയിൽ പോർട്ട്ഫോളിയോ സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഓക്കെ, കൗൺസിൽ ആക്ട് ഓഫ് 1861 ഇൻട്രൊഡ്യൂസ്ഡ് പോർട്ട്ഫോളിയോ സിസ്റ്റം ഇൻ ഇന്ത്യ. ആരാണ് കൊണ്ടുവന്നത്? ലോർഡ് കാനിങ്. ഓക്കെ, നെക്സ്റ്റ് 27 ക്വസ്റ്റിൻ്റെ സി ഓപ്ഷൻ. 1892 അതും ഒരു കൗൺസിൽ ആക്ട് ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു കൗൺസിൽ ആക്ട് പ്രകാരം നമ്മളെ ലെജിസ്ലേറ്റീവ് കൗൺസിൽസിൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്തത്. ഓക്കെ, ആസ് പെർ കൗൺസിൽ ആക്ട് ഓഫ് 1892 we increased the size of legislative councils in India. Okay, അത്രയേ ഉള്ളൂ അത്. നെക്സ്റ്റ്, കോൺസ്റ്റിറ്റ്യൂഷണൽ ഡേ is observed on November 26. കോൺസ്റ്റിറ്റ്യൂഷണൽ ഡേ November 26. Word secular was inserted in the preamble by which amendment? സെക്കുലർ എന്ന് പറയുന്ന വേർഡ് ഇൻസെർട്ട് ചെയ്ത് ഏത് അമെൻമെൻറ്റ് പ്രകാരം? 42nd. ഓക്കെ, 42nd അമെൻമെൻറ്റ് പ്രകാരമാണ്. നെക്സ്റ്റ്, വിച്ച് പാർട്ട് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഡീൽ വിത്ത് ദി ഫണ്ടമെൻ്റൽ റൈറ്റ്സ്? ഫണ്ടമെൻ്റൽ റൈറ്റ്സുമായിട്ട് ഡീൽ ചെയ്യുന്ന കോൺസ്റ്റിറ്റ്യൂഷനിൽ പാർട്ട് ഏതാ? പാർട്ട് 3. അപ്പോൾ പാർട്ട് 4 ഏതാ? പാർട്ട് 4 ഏത് ഇതിനെക്കുറിച്ചാണ് പറയുന്നത്? DPSP, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. അപ്പോൾ 5 യൂണിയൻ, 6 സ്റ്റേറ്റ്സ്. ഓക്കെ, പിന്നെ 8 യൂണിയൻ ടെറിട്ടറീസ്. ഓക്കെ, 10th പാർട്ട് ഇതിനെക്കുറിച്ചാണ് പറയുന്നത്? ഷെഡ്യൂൾഡ് ആൻഡ് ട്രൈബൽ ഏരിയാസ്. ഓക്കെ, പാർട്ട് 15 ഏതിനെക്കുറിച്ചാണ് പറയുന്നത്? പാർട്ട് 15 എലക്ഷൻസ്. പാർട്ട് 18 പാർട്ട് 18 എമർജൻസി പ്രൊവിഷൻസ്. ഓക്കെ, പാർട്ട് 17 ഏതാ പറയുന്നത്? പാർട്ട് 17 ഒഫീഷ്യൽ ലാംഗ്വേജസ്. ഓക്കെ, പാർട്ട് 4 DPSP, പാർട്ട് 5 യൂണിയൻ, പാർട്ട് 6 സ്റ്റേറ്റ്, പാർട്ട് 8 യൂണിയൻ ടെറിട്ടറി, പാർട്ട് 10 ഷെഡ്യൂൾഡ് ആൻഡ് ട്രൈബൽ ഏരിയാസ്, പാർട്ട് 15 എലക്ഷൻസ്, പാർട്ട് 17 ഒഫീഷ്യൽ ലാംഗ്വേജസ്, പാർട്ട് 18 എമർജൻസി പ്രൊവിഷൻസ്. ഓക്കെ, ജസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ടുകൾ പറഞ്ഞു തന്നേ ഉള്ളൂ. ഹൈക്കോർട്ട് ക്യാൻ ഇഷ്യൂ ദ റിട്ട് ബൈ ദി ആർട്ടിക്കിൾ 226. ഓക്കെ, 226 വഴി ഹൈക്കോർട്ടിന് റിട്ട് പുറപ്പെടുവിക്കാം. സുപ്രീം കോർട്ടിനോ 32. 370 എന്താ ആർട്ടിക്കിൾ? സ്പെഷ്യൽ സ്റ്റാറ്റസ് ടു JK. ഓക്കെ, പിന്നെ ആർട്ടിക്കിൾ 356 പ്രസിഡൻഷ്യൽ റൂൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ആർട്ടിക്കിളാണ്. ആ ഒരു ആർട്ടിക്കിൾ വന്നിട്ടുണ്ടെങ്കിൽ, എൻഫോഴ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു സ്റ്റേറ്റ് പ്രസിഡന്റ് റൂളിലായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് 32. ഗവർണർ ഓഫ് ദി സ്റ്റേറ്റ് ഈസ് അപ്പോയിൻറ്റഡ് ബൈ വിച്ച് ആർട്ടിക്കിൾ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ? ഗവർണർ ഓഫ് ദി സ്റ്റേറ്റ് ഈസ് അപ്പോയിൻറ്റഡ് ബൈ വിച്ച് ആർട്ടിക്കിൾ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ? ആർട്ടിക്കിൾ 156. ഓക്കെ, ആർട്ടിക്കിൾ 156. അപ്പോൾ ആർട്ടിക്കിൾ 153 എന്തിനെക്കുറിച്ചാണ് പറയുന്നത്? അതായത് സ്റ്റേറ്റുകൾക്ക് ഗവർണർ വേണമെന്നുള്ള ആർട്ടിക്കിളാണ് 153. ആർട്ടിക്കിൾ 158 കണ്ടീഷൻസ് ഫോർ ദി ഓഫീസ് ഓഫ് ഗവർണർ. ഓക്കെ, കണ്ടീഷൻസ് ഫോർ ഓഫീസ് ഓഫ് ഗവർണേഴ്സ്. ആർട്ടിക്കിൾ 163 ആർട്ടിക്കിൾ 163 കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആണ്. ആർട്ടിക്കിൾ 160 പറയുന്നത് there shall be a council of ministers to aid and advise governor. അതായത് സ്റ്റേറ്റിൽ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് പറയുന്നത്, അല്ലെങ്കിൽ അവരെ ഒരു പൊസിഷൻ പറയുന്ന ഒരു ആർട്ടിക്കിളാണ് 163. 163 കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ടു എയ്ഡ് ആൻഡ് അഡ്വൈസ് ഗവർണർ. ഓക്കെ, എയ്ഡ് ആൻഡ് അഡ്വൈസ് ഗവർണർ. GST came into force from
ഈസി ക്വസ്റ്റ്യൻ ആണ്. ജൂലൈ 1st 2017. GST July 1st 2017. Sayamprabha Home Project initiated by Social Justice Department offers daycare facilities to senior citizens. അതായത് സായംപ്രഭ ഹോം എന്ന് പറയുന്ന ഒരു പ്രൊജക്റ്റ് ബൈ ആരാണ്? സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റ്. ആർക്ക് വേണ്ടിയാണ് ഫോർമുലേറ്റ് ചെയ്തിട്ടുള്ളത്? ഓക്കെ, സീനിയർ സിറ്റിസൺസിന് വേണ്ടിയിട്ടാണ്. വിച്ച് അമെൻമെൻറ്റ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ റിലേറ്റഡ് ടു പഞ്ചായത്ത് രാജ്? ഓപ്ഷൻസ് വേണ്ടാണ്ടായി നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ. പഞ്ചായത്ത് രാജായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അമെൻമെൻറ്റ് ഏതാ? 73rd. ഓക്കെ, പഞ്ചായത്ത് സിസ്റ്റത്തിനെ കുറിച്ച് പറയുന്ന പാർട്ട് ഏതാ? പാർട്ട് 9 ആണ്. 104th amendment in 2019 is related to 104 ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അമെൻമെൻറ്റ് എന്താ പറയുന്നത്? അബോളിഷൻ ഓഫ് ആംഗ്ലോ ഇന്ത്യൻ റെപ്രസെൻറ്റേഷൻ ഇൻ പാർലമെൻറ്റ്. അതായത് നമ്മൾ 2 സീറ്റ് ആംഗ്ലോ ഇന്ത്യൻസിന് വേണ്ടിയിട്ട് കൊടുത്തിരുന്നു. സോ അത് അബോളിഷ് ചെയ്ത് കൊണ്ടുവന്ന ഒരു അമെൻമെൻ്റ് ആണ് 104th amendment. അപ്പോൾ നെക്സ്റ്റ് പറയുന്നത് ദ പവർ ടു ഐഡൻറ്റിഫൈ SCBCs ബാക്ക് ടു സ്റ്റേറ്റ് ഗവൺമെൻറ്. അതായത് ഒരു സ്റ്റേറ്റിലോ അല്ലെങ്കിൽ യൂണിയൻ ടെറിട്ടറി, ഇത് രണ്ടുപേർക്ക് ആപ്ലിക്കബിൾ ആണ്. സ്റ്റേറ്റിനുണ്ട്, യൂണിയൻ ടെറിട്ടറിക്കും ഉണ്ട്. അതായത് ഒരു കാറ്റഗറി ഓഫ് പീപ്പിളിനെ സോഷ്യലി ആൻഡ് എക്കണോമിക്കലി ബാക്ക്വേർഡ് ക്ലാസ് ആണ് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള പവർ സ്റ്റേറ്റിന് യൂണിയൻ ടെറിട്ടറിന് തിരിച്ചു കൊടുത്തുകൊണ്ടുള്ള അമെൻമെൻ്റ് ആണ് ഏത്? 105. ഓക്കെ, 105 അമെൻമെൻ്റ് ആണ് ദ പവർ ടു ഐഡൻറ്റിഫൈ SCBCs ബാക്ക് ടു സ്റ്റേറ്റ് ഗവൺമെൻറ്. ഓക്കെ, നെക്സ്റ്റ് നാഷണൽ ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് ഏതാ? GST വന്നത് 101. ട്രാൻസ്ഫർ ഓഫ് സം ടെറിട്ടറീസ് ടു ബംഗ്ലാദേശ്. അതായത് സം എൻക്ലേവ്സ് ടു ബംഗ്ലാദേശ്. ബംഗ്ലാദേശിന് ടെറിട്ടറി വിട്ടുകൊടുക്കുന്നു, നമ്മൾ അവരുടെ ടെറിട്ടറി കുറച്ച് തിരിച്ചെടുക്കുന്നു. ആ ഒരു ട്രാൻസാക്ഷൻ നടന്നത് ആസ് പെർ ഏത് അമെൻമെൻറ്റാണ്? 100th amendment കേട്ടോ. ബൈ 100th amendment ആണ് ഈ ഒരു ട്രാൻസ്ഫർ നടന്നത്. ദി സ്പിരിറ്റ് ഓഫ് ലോ ഈസ് റിട്ടൺ ബൈ മോണ്ടസ്ക്യൂ. സ്പിരിറ്റ് ഓഫ് ലോ ഈസ് റിട്ടൺ ബൈ മോണ്ടസ്ക്യൂ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് റോങ്ലി മാച്ച്ഡ്? കോളറ പ്രോട്ടോസോവ അല്ല, ബാക്ടീരിയമാണ്. ഓക്കെ, ബാക്ടീരിയമാണ്. വൂപ്പിംഗ് കഫ് ബാക്ടീരിയയാണ്. ഓക്കെ, വൂപ്പിംഗ് കഫ് ബാക്ടീരിയ. ഫിലേറിയാസിസ് ഹെൽമെന്തസ്. ഓക്കെ, ഫിലേറിയാസിസ് ഹെൽമെന്തസ്. കോമൺ കോൾഡ് റൈനോ വൈറസ്. ഓക്കെ, കോളറ ബാക്ടീരിയ ആണ്, കോമൺ കോൾഡ് വൈറസ് ആണ്, വൂപ്പിംഗ് കഫ് ബാക്ടീരിയ ആണ്, ഫിലേറിയാസിസ് ഹെൽമെന്തസ്. ഓക്കെ, നെക്സ്റ്റ് പെയിൻ ഒക്കറിങ് ഇൻ മസിൽസ് ഡ്യൂറിങ് വർക്കൗട്ട് ഈസ് യൂഷ്വലി ഡ്യൂ ടു ബിൽഡിംഗ് അപ്പ് ഓഫ് ഏത് ആസിഡാ? ലാക്റ്റിക് ആസിഡ് ആണ്. ഓക്കെ, അതായത് വർക്കൗട്ട് ചെയ്യുമ്പോൾ മസിൽസിന് പെയിൻ വരാൻ കാരണമായിട്ടുള്ള ആസിഡ് ലാക്റ്റിക് ആസിഡാണ്. ഓക്കെ, ലാക്റ്റിക് ആസിഡിൻ്റെ ഫോർമേഷനിൽ ആ ബിൽഡിംഗ് പ്രോസസ്സാണ് ഈ ഒരു പെയിൻ ഇൻഡ്യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ദ പ്രോട്ടോകോൾ അമെൻഡഡ് ഇൻ 1990 ടു പ്രൊട്ടക്ട് ഓസോൺ ലെയർ ബൈ കംപ്ലീറ്റ്ലി ഫ്രീസിംഗ് ഔട്ട് CFC. മോൺട്രിയൽ പ്രോട്ടോകോൾ. അതായത് മോൺട്രിയൽ പ്രോട്ടോകോൾ പ്രകാരമാണ് 1990 ഓസോൺ ലെയറിൻ്റെ ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് CFCൻ്റെ എമിഷൻ കുറക്കാനോ അല്ലെങ്കിൽ കംപ്ലീറ്റ് ഫേസ് ഔട്ട് ചെയ്യാനുള്ള ഒരു എന്താ പറയുക ഒരു ഡിസിഷൻ എടുത്തത് മോൺട്രിയൽ പ്രോട്ടോകോൾ പ്രകാരമാണ്. ഓക്കെ, 1990 പിന്നെ പൊല്യൂഷൻ ഓഫ് വാട്ടർ ബോഡീസ് ബൈ മെർക്കുറി കോസസ് മിനി മാറ്റർ ഡിസീസ്. ഓക്കെ, മിനി മാറ്റർ ഡിസീസ് കോസ് ചെയ്യുന്നത് എന്താ? മെർക്കുറി. ഓക്കെ, മെർക്കുറി, എക്സ്പോഷർ ടു മെർക്കുറി. നെക്സ്റ്റ് പറയുന്നത് ഇത്തായി ഡിസീസ് എന്തുകൊണ്ടാണ് വരുന്നത്? ഏത് ഒരു എലമെൻ്റാണ് അല്ലെങ്കിൽ ഏതൊരു മെറ്റലാണ് ഇത് കോസ് ചെയ്യുന്നത്? കാഡ്മിയം. ഓക്കെ, ഇത്തായി ഡിസീസ് ഈസ് കോസ്ഡ് ബൈ കാഡ്മിയം പൊല്യൂഷൻ കാരണം വരുന്ന ഒരു ഡിസീസാണ് ഇത്തായി ഡിസീസ്. ഓക്കെ, ഇത്തായി ഏതാ? കാഡ്മിയം. സ്കിൻ ക്യാൻസർ വരുന്ന ഏത് റൂട്ട് വഴിയാണ്? ഒന്നുമില്ല, എക്സ്പോഷർ ടു സൺലൈറ്റ് ആൻഡ് UV ലൈറ്റ്. ഓക്കെ, UV റേസ് ഒക്കെ വരുന്ന ആ ഒരു എക്സ്പോഷർ ഉണ്ടാകുമ്പോഴാണ് സ്കിൻ ക്യാൻസർ വരുന്നത്. ഓക്കെ, ഡിസ്പ്ലെക്സിയ എന്ന് പറയുന്നതിൽ ഉപരി ഡൈസ്ലെക്സിയ. ഓക്കെ, ഡൈസ്ലെക്സിയ എന്ന് പറയുന്നത് അതായത് ഒരു പെർട്ടിക്കുലർ കണ്ടീഷനാണ്. അതായത് നമ്മളെ ബ്രെയിനിന് റീഡ് ചെയ്യാനും സ്പെല്ല് ചെയ്യാനും റൈറ്റ് ചെയ്യാനും ഒക്കെ എന്താ പറയുക ഒരു ഹിൻഡറൻസ് ഉണ്ടാകുന്ന ഒരു കണ്ടീഷനാണ് ഡൈസ്ലെക്സിയ. ഓക്കെ, നെക്സ്റ്റ് വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്കീം ഇൻ ഇന്ത്യ ടു പ്രൊവൈഡ് ഫിനാൻഷ്യൽ സപ്പോർട്ട് ടു TB പേഷ്യൻസ് ഫോർ ദ ന്യൂട്രീഷൻ. അതായത് TB പേഷ്യൻസിന് അവരെ ന്യൂട്രിയൻറ്റ് നീഡ് എന്താ പറയുക അല്ലെ ന്യൂട്രിയൻ നീഡ്സ് അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നൊരു സ്കീം ഏതാ? TB എന്ന് പറഞ്ഞാൽ എന്താ? ക്ഷയം. ഓക്കെ, അപ്പം ഇവിടെ തന്നെ ആൻസർ ഉണ്ട്. നിക്ഷയ് പോഷൻ യോജന. ഓക്കെ, നിക്ഷയ് പോഷൻ യോജന. നെക്സ്റ്റ് 43. A beam of white light split into its constituent colors when passed through a glass prism
ആൻഡ് ഓൾസോ വെൻ ഇറ്റ് ഈസ് പാസ്ഡ് ത്രൂ എ ഗ്രേറ്റിംഗ്. വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ട്രൂ? ഒരു ഗ്ലാസ് പ്രസിൻ്റെ ഉള്ളിലൂടെ ഒരു ഗ്രേറ്റിങ്ങിൻ്റെ ഉള്ളിൽ എന്താ പറയുക ലൈറ്റ്, ഒരു വൈറ്റ് ലൈറ്റ് പാസ് ചെയ്ത് വിടുകയാണെങ്കിൽ എന്താ സംഭവിക്കുന്നത്? റെഡ് ഈസ് ദ മോസ്റ്റ് ഡീവിയേറ്റഡ് ആൻഡ് വയലറ്റ് ഈസ് ദ ലീസ്റ്റ് ഡീവിയേറ്റഡ് ഇൻ ഗ്രേറ്റിംഗ് സ്പെക്ട്ര. ഓക്കെ, റെഡ് ആയിരിക്കും ഏറ്റവും കൂടുതൽ ഡീവിയേറ്റ് ചെയ്ത് പോകുന്നത്. ഓക്കെ, ഏറ്റവും കൂടുതൽ ഡീവിയേറ്റ് ചെയ്യുന്ന ആരായിരിക്കും? റെഡ് ആയിരിക്കും. പിന്നെ ഏറ്റവും കൂടുതൽ ഡീവിയേഷൻ കുറഞ്ഞത് ഏതായിരിക്കും? വയലറ്റ് ആയിരിക്കും. ഇതിൽ ഗ്രേറ്റിംഗ് സ്പെക്ട്രയിലാണ്. നെക്സ്റ്റ്, ടു masses m1 equals to m and m2 equals to 4m possess equal amount of kinetic energy. Then the ratio of their momenta p1 is to p2 is എത്രയാ? 1:2. Okay, 1:2. Escape velocity of an object of mass m from the surface of Earth is velocity meter per second. Then value the escape velocity of a mass 2m from the planet of a diameter 4 times that of Earth. Answer C ആണ് 2v meter per second. Okay, 2v meter per second. The Nobel Prize for Physics in 2070 was awarded to Rainer Weiss, Barry C. Barish-Kip, S. Tron. Their contribution for winning the award is related to എന്താണ് 2017 ഈ പറഞ്ഞ ആൾക്കാർക്കൊക്കെ നോബൽ പ്രൈസ് ഫിസിക്സിൽ നേടിക്കൊടുത്ത ഏത് കണ്ടുപിടുത്തത്തിൻ്റെ ഫലമായിട്ടാണ്? ഫോർ ഡിസിസീവ് കോൺട്രിബ്യൂഷൻ ടു ദ ലിഗോ ഡിറ്റക്ടർ ആൻഡ് ദി ഒബ്സർവേഷൻ ഓഫ് ഗ്രാവിറ്റേഷണൽ വേവ്സ്. അതായത് ഗ്രാവിറ്റേഷണൽ വേവ്സിൻ്റെ ഒബ്സർവേഷൻ്റെ ഫലമായിട്ടാണ് ഇവർക്കിത് കിട്ടുന്നത്. അപ്പോൾ ലിഗോ എന്ന് പറഞ്ഞാൽ എന്താ? ലിഗോ ഡിറ്റക്ടർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണെന്നറിയോ? ലിഗോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലേസർ ഇൻ്റർഫെറോമീറ്റർ ഗ്രാവിറ്റേഷണൽ വേവ് ഒബ്സർവേറ്ററി ആണ്. അതായത് ഗ്രാവിറ്റേഷണൽ വേവ്സ് ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു എന്താ പറയുക ഒരു ഡിറ്റക്ടറാണ് ലിഗോ എന്ന് പറയുന്നത്. സോ ആ ഒരു ഇതിലേക്ക് ഡിസിസീവ് ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് നൽകിക്കൊണ്ടാണ് ഇവർക്ക് ആ കൊല്ലത്തെ ഫിസിക്സിൻ്റെ നോബൽ പ്രൈസ് കിട്ടിയത്. അപ്പോൾ 2023 ഫിസിക്സിന് നോബൽ പ്രൈസ് കിട്ടിയില്ല പിയോറി അഗസ്തിനി, ഫെർണിക് ക്രൂയിസ്, അനെ ഹുലേറെ, ഈ പറഞ്ഞവർക്കെല്ലാം എന്തുകൊണ്ടാണ് നോബൽ പ്രൈസ് ഫിസിക്സ് കിട്ടിയത്? എന്തുകൊണ്ടായിരിക്കും 2023 ഫിസിക്സിൽ നോബൽ പ്രൈസ് കിട്ടിയത്? ഓക്കെ, അതായത് ഇലക്ട്രോൺസിനെ എന്താ പറയുക സ്റ്റഡി ചെയ്യുന്ന ഭാഗമായിട്ട്, അതായത് ഇലക്ട്രോണിൻ്റെ സ്റ്റഡി ആയിട്ട് റിലേറ്റഡ് ആയിട്ടാണ് ഇവർക്ക് നോബൽ പ്രൈസ് 2023 കിട്ടിയത്, ഈ പറഞ്ഞ ആൾക്കാർക്കെല്ലാം, പിയറി അഗസ്തിനിക്കൊക്കെ. ഓക്കെ, അപ്പം ഇവരെന്താ കണ്ടുപിടിച്ചത്? ജനറേഷൻ ഓഫ് ആറ്റോ സെക്കൻഡ് പൾസസ്. ഓക്കെ, ആറ്റോ സെക്കൻഡ്, അതായത് ഈ ലൈറ്റിനെ നമുക്ക് നല്ല രീതിയിൽ എന്താ പറയുക ഒബ്സർവ് ചെയ്യാനാവില്ല. സോ ആ ഒരു സംഭവം ഒഴിവാക്കാനായിട്ട്, ആ എന്താ പറയുക നല്ല രീതിയിൽ ഒബ്സർവ് ചെയ്യാനായിട്ട് ആറ്റോ സെക്കൻഡ് പൾസസ് ഓഫ് ലൈറ്റ് ഇവർ ക്യാപ്ചർ ചെയ്യുന്നത്, അല്ലെങ്കിൽ അതൊരു ഒബ്സർവ് ചെയ്തെടുത്ത് ഇവർ. അതിനാണ് അവർക്ക് 2023 എന്താ പറയുക നോബൽ പ്രൈസ് കിട്ടിയത്. നെക്സ്റ്റ്, ദ മോസ്റ്റ് റിയാക്റ്റീവ് എലമെൻറ്റ് ഇൻ ഗ്രൂപ്പ് 17 ഈസ്, ഗ്രൂപ്പ് 17 പിന്നെ ഏറ്റവും റിയാക്റ്റീവ് ആയിട്ടുള്ള എലമെൻ്റ് ഏതാ? ഫ്ലോറിൻ. ഓക്കെ, ഗ്രൂപ്പ് 70 എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ഗ്രൂപ്പ് 17 ഹാലജൻസ് ആണ്. ഓക്കെ, ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ അവരൊക്കെ വരുന്നത് ഗ്രൂപ്പ് 70 ഓക്കെ, പിന്നെ ഗ്രൂപ്പ് 18 എന്ന് പറയുന്നത് നോബൽ ഗ്യാസസ് ആണ്. ഗ്രൂപ്പ് 18 നോബൽ ഗ്യാസസ്, ഹീലിയം, നിയോൺ, ആർഗൺ അതൊക്കെയാണ് ഹീലിയം ഗ്യാസസിൽ വരിക. ഓക്കെ, ഫസ്റ്റ് ഗ്രൂപ്പ് ഏതാ? ആൽക്കലി. ഓക്കെ, ഫസ്റ്റ് ഗ്രൂപ്പ് ആൽക്കലി, ലിത്തിയം, സോഡിയം, പൊട്ടാസ്യം ഒക്കെ വരുന്നത് ആൽക്കലി ഗ്രൂപ്പിലാണ്. നെക്സ്റ്റ് സെക്കൻഡ് ഗ്രൂപ്പ് ഏതാ? ആൽക്കലൈൻ എർത്ത്. ഓക്കെ, ആൽക്കലൈൻ എർത്ത് മെറ്റൽസ്. ഗ്രൂപ്പ് 2 ആൽക്കലൈൻ എർത്ത് ഏതൊക്കെയാ? മഗ്നീഷ്യം, കാൽഷ്യം ഒക്കെ വരുന്നത്. ഓക്കെ ഓക്കെ, ഫസ്റ്റ് ഗ്രൂപ്പ് ഏതാ? ആൽക്കലി. സെക്കൻഡ് ആൽക്കലൈൻ എർത്ത്. 17 ഹാലജൻസ്, 18 നോബൽ ഗ്യാസസ്. ഓക്കെ, നെക്സ്റ്റ്, പി എച്ച് ഓഫ് ഹ്യൂമൻ ബ്ലഡ് ഈസ് സ്ലൈറ്റ്ലി ആൽക്കലൈൻ. അതായത് ഹ്യൂമൻ ബ്ലഡിൻ്റെ പി എച്ച് എന്ന് പറയുന്നത് സ്ലൈറ്റ്ലി ആൽക്കലൈൻ ആണ്. അതായത് 7.4 അടുത്ത് വരെ ഈ ഹ്യൂമൻ ബ്ലഡിൻ്റെ പി എച്ച് ഉണ്ട്. ഓക്കെ, സാധാരണ എന്ന് പറയുന്നത് 7 ആണെങ്കിൽ നമ്മളെ ഈ ഒരു ബ്ലഡിൻ്റെ പി എച്ച് എന്ന് പറയുന്നത് 7.4 ആണ്. ഓക്കെ, 7.4. നെക്സ്റ്റ്, ദ റേഷ്യോ ഓഫ് HCl to HNO3 in aqua regia is, ratio of HCl to HNO3 in aqua regia is 3:1. ഓക്കെ, 3:1 ആണ്. ദ ഇന്റർനാഷണൽ ഇയർ ഓഫ് പീരിയോഡിക് ടേബിൾ വാസ് സെലിബ്രേറ്റഡ് ഇൻ, പീരിയോഡിക് ടേബിളിൻ്റെ വർഷമായിട്ട് കണക്കാക്കിയത് ഏത് കൊല്ലാണ്? 2019. ഓക്കെ, ഇന്റർനാഷണൽ ഇയർ ഓഫ് പീരിയോഡിക് ടേബിൾ വാസ് സെലിബ്രേറ്റഡ് ഇൻ 2019. A school team won 6 games this year against 4 games won last year. What is the percentage to increase? 50. ഓക്കെ, നമ്മൾ ഇനി പറയാൻ പോകുന്ന മാത്സ് ക്വസ്റ്റ്യൻസ് ആണ്. മാത്സ് ക്വസ്റ്റ്യൻസ് നോക്കുന്നതാണെങ്കിൽ നമ്മൾ കുറച്ചും കൂടി സ്ട്രെസ് ചെയ്യേണ്ട കുറച്ച് പോർഷൻസ് ഞാൻ പറഞ്ഞുതരാം. അതായത് ഈ ഒരു പോർഷൻസിന് ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യത കൂടുതലാണ്. ഒന്ന് ക്ലോക്കിൻ്റെ ക്വസ്റ്റ്യൻസ്, പിന്നെ ഡിസ്റ്റൻസ്, അതായത് ട്രെയിനും ബോട്ടിൻ്റെയൊക്കെ, പിന്നെ റേഷ്യോ. ഓക്കെ, റേഷ്യോ ഭയങ്കര ഇമ്പോർട്ടൻ്റ്.
പിന്നെ അരിത്തമാറ്റിക് പ്രോഗ്രഷൻ, അതില്ലാണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ ഇപ്പം കാണാനേ പറ്റുന്നില്ല. ഓക്കെ, അരിത്തമാറ്റിക് പ്രോഗ്രഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതെങ്ങനെയെങ്കിലും പഠിച്ചു വെച്ചാൽ മിനിമം ഒരു മാർക്കെങ്കിലും നമുക്ക് കിട്ടും. ഓക്കെ, നെക്സ്റ്റ്, the rate of working of A and B are in the ratio 3:4. The number of days taken by them to finish the work are in the ratio 4:3. Okay, 4:3. C ആണ് ആൻസർ. Determine the length of a train T if it crosses a pole at 60 km/h in 30 seconds. ഓക്കെ, കൺവേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ആൻസർ കിട്ടും. 500 ആണ് ആൻസർ. What is the exponential form of 8 into 8 into 8 into 8? Taking base as 2. എത്ര ആൻസർ വരെ? 2⁻12 ആണ്. 2⁻12. Which term of the arithmetic progression 21, 18, 15 is -81? Okay, answer B 35. What would come at the place of question mark in the number series? 2, 10, 30, 68. Next ഏതാ വരിക? 130 ആണ്. Pick the odd man out. Iron, sodium, potassium, chlorine. Iron ആണ്, മെറ്റലാ. A clock is started at noon by 10 minutes past 5. An hour hand has turned through എത്ര ഡിഗ്രി ചെയ്തിട്ടുണ്ടാകുക? 155 ഡിഗ്രി. ഓപ്ഷൻ സി. If 7th day of a month is 3 days earlier than Friday, what it will be on the 19th day of the month? Sunday. In 1 hour, a boat goes 11 km/h along the stream and 5 km/h against the stream. The speed of boat in still water is 8 km/h ആണ്. നെക്സ്റ്റ് ഇംഗ്ലീഷ് ആണ്. ചേഞ്ച് ഇൻ ടു അഫർമേറ്റീവ് സെൻറ്റൻസ്. ഐ ഡു നോട്ട് ഡിനൈ ദ ഫാക്ട്. ഓക്കെ, ഇത് അഫർമേറ്റീവ് സെൻറ്റൻസ് ആക്കി മാറ്റുമ്പോൾ ഐ ആക്സെപ്റ്റ് ദ ഫാക്ട്. ഓക്കെ, ഐ ആക്സെപ്റ്റ് ദ ഫാക്ട്. One of the sheep dash a bell on its neck. One of the sheep has a bell on its neck. Has ആണ്. There is not much sugar in the pot. There is not much sugar in the pot. She kept the money in a box made of dash rosewood. ഇവിടെ ആർട്ടിക്കിൾ ഒന്നും വേണ്ട. She kept the money in a box made of rosewood. ആർട്ടിക്കിളിൻ്റെ ആവശ്യമില്ല. ഓക്കെ, how dash you solve the problem yesterday? How dash you solve the problem yesterday? How did you solve the problem yesterday? How did ആണ്. Did you solve the problem yesterday? You and I can do it. Can't we? Question tag ആണ്. You and I can do it. Can't we? Okay, can't we ആണ്. Find the word means the same as enthusiasm. Enthusiasmത്തിൻ്റെ അതേ മീനിങ് വരുന്ന വേർഡാണ് zeal. Okay, zeal. If I were rich, I dash everyone. If I were rich, I dash everyone. I would help everyone. Okay. The collector will interview the candidates between 9 a.m. and 11 a.m. Okay. Collector will interview the candidates between 9 a.m. and 11 a.m. The accounts have to be looked into. Accounts have to be looked into. Okay. Looked into. സമുദ്രം എന്നർത്ഥം വരുന്ന പദം. നെക്സ്റ്റ് പറയാൻ പോകുന്നത് മൊത്തം മലയാളമാണ്. നെക്സ്റ്റ് ഒരു 10 ക്വസ്റ്റ്യൻസ് ഒക്കെ മലയാളം, പിന്നെ വരുന്നത് കമ്പ്യൂട്ടർ ബേസ്ഡ് ആണ്. സമുദ്രം എന്നർത്ഥം വരുന്ന പദം ഏത്? അബ്ധി. അബ്ധി. ഓക്കെ, ശരിയായ രൂപം ഏത്? ഓപ്ഷൻ സി ആഴ്ച പതിപ്പ്. ആഴ്ച പതിപ്പ്. ഓക്കെ, വിപരീത പദം ഏത്? ശാന്തം. ശാന്തത്തിന്റെ ഓപ്പോസിറ്റ് ഉഗ്രം. നശിപ്പിക്കുക എന്ന അർത്ഥം വരുന്ന ശൈലി ഏത്? കുളം കോരുക. നശിപ്പിക്കുക എന്ന അർത്ഥം വരുന്ന ശൈലി ഏത്? കുളം കോരുക. ആളേറിയാൽ പാമ്പ് ചാകില്ല എന്നതിന് സമാനമായ ഇംഗ്ലീഷ് പ്രയോഗം ഏത്? ആളേറിയാൽ പാമ്പ് ചാകില്ല എന്നതിന് സമാനമായ ഇംഗ്ലീഷ് പ്രയോഗം ഏത്? Too many cooks spoil the broth. Too many cooks spoil the broth. സ്വർണം എന്നർത്ഥം വരാത്ത പദം ഏത്? സ്വർണം എന്നർത്ഥം വരാത്ത പദം ഹരിണം ആണ് കേട്ടോ. ഹരിണമാണ്. അപ്പം ബാക്കിയെല്ലാം സ്വർണം എന്ന അർത്ഥം വരുന്ന പദമാണ്. അത് നോട്ട് ചെയ്ത് വെക്കാം നമുക്ക്. ഹേമം സ്വർണ്ണമാണ്. ഹിരണ്യം സ്വർണ്ണമാണ്. ഹേമകം സ്വർണ്ണമാണ്. ഹേമം, ഹേമകം, ഹിരണ്യം, ഇത് 3 സ്വർണ്ണമാണ്. ഓക്കെ, ഒറ്റപ്പദമാക്കുക. ഋഷിയെ സംബന്ധിച്ചത്. ഋഷിയെ സംബന്ധിച്ചത്. ആർഷം. ഓക്കെ, ആർഷം. പിരിച്ചെഴുതുക. വെഞ്ചാമരം. വെൺ പ്ലസ് ചാമരം. വെഞ്ചാമരം. വെൺ പ്ലസ് ചാമരം. വലയത്തിനുള്ളിൽ കൊടുത്തിരിക്കുന്ന ചിഹ്നത്തിന്റെ പേരെന്ത്? അതായത് കോമയാണ് ഇവിടെ തന്നിട്ടുള്ളത്. കോമേന്റെ മലയാളമാണ് അങ്കുശം. അങ്കുശം കോമയാണ്. പൂർണ്ണവിരാമം എന്താ? ഫുൾ സ്റ്റോപ്പ് ആണ്. പൂർണ്ണവിരാമം ഫുൾ സ്റ്റോപ്പ്. വിക്ഷേപിണി എന്താ? വിക്ഷേപിണി എക്സ്ക്ലമേഷൻ മാർക്കാ. ഓക്കെ, വിക്ഷേപിണി
എക്സ്ക്ലമേഷൻ മാർക്കാണ്. കാഗു എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ മാർക്കാണ്. ഓക്കെ, കാഗു ക്വസ്റ്റ്യൻ മാർക്ക്, കാഗു ക്വസ്റ്റ്യൻ മാർക്ക്, വിക്ഷേപിണി എക്സ്ക്ലമേഷൻ മാർക്ക്, പൂർണ്ണവിരാമം ഫുൾ സ്റ്റോപ്പ്, അങ്കുശം കോമ. ശരിയായ വാക്യം കണ്ടെത്തുക. അയാൾ 3 പുസ്തകം എഴുതി. ശരിയായ വാക്യാണ് അയാൾ 3 പുസ്തകം എഴുതി. നെക്സ്റ്റ് കമ്പ്യൂട്ടറാണ്. EBCDIC ഈസ് ക്യാരക്ടർ സെറ്റാണ്. ഓക്കെ, ക്യാരക്ടർ സെറ്റാണ് EBCDIC. ഓക്കെ, ബേസ് ഓഫ് ഒക്ടൽ നമ്പർ സിസ്റ്റം, ഒക്ടൽ നമ്പർ സിസ്റ്റം 8 ആണ്. ബേസ് ഓഫ് ഒക്ടൽ നമ്പർ സിസ്റ്റം 8. ഡെസിമൽ ഇക്വലന്റ് ഓഫ് 1100B 12 ആണ്. Which HTTP method used in the following URL? ഏതാ? get GT. ഓക്കെ, program used to make executable file from a source file is called. ഇത് ക്യാൻസൽ ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ഇത് PSC ക്യാൻസൽ ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ദി ഒപ്റ്റിക്കൽ സ്റ്റോറേജ് ഡിവൈസ്? ഇതിൻ്റെ തന്നിരിക്കുന്നതിൽ ഒപ്റ്റിക്കൽ സ്റ്റോറേജ് ഡിവൈസ് ചെയ്ത കോമ്പാക്ട് ഡിസ്ക് ആണ്. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ദി സം ആഫ്റ്റർ ദി എക്സിക്യൂഷൻ ഓഫ് ദി ഫോളോയിങ് കോഡ്? അതായത് ഈ ഒരു ഫോളോയിങ് കോഡ് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കിട്ടുന്ന വാല്യൂ -15 ആണ്. ഓക്കെ, -15. പ്രോട്ടോകോൾ യൂസ്ഡ് ബൈ WWW ഏതാ? HTTP ആണ്. WWW പ്രോട്ടോകോൾ യൂസ് ചെയ്യുന്ന ഇത് HTTP ആണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് എ വെബ് ബ്രൗസർ? തന്നിരിക്കുന്നതിൽ ഏതൊക്കെയാണ് വെബ് ബ്രൗസേഴ്സ്? എല്ലാം വെബ് ബ്രൗസേഴ്സ് ആണ്. ക്രോം, സഫാരി, ഒപ്പേറ. ഓക്കെ, ക്രോം, സഫാരി, ഒപ്പേറ. Which option enables to send same letter to multiple persons? Same letter to multiple persons. Mail merge. Okay, mail merge. What is the intersection of a column and a row on a worksheet? വർക്ക്ഷീറ്റിലുള്ള ഒരു കോളത്തിൻ്റെയും റോൻ്റെ ഇൻ്റർസെക്ഷൻ പറയുന്നതാണ് സെല്ല്. ഓക്കെ, MS Excel is a spreadsheet application. ഓക്കെ, സ്പ്രെഡ്ഷീറ്റ് ആപ്ലിക്കേഷൻ ആണ് MS Excel. വേർഡ് പ്രോസസ്സിംഗ് ആണ് MS Word. ഓക്കെ, what is the feature to apply motion effects in between a slide exits and another entrance? സ്ലൈഡ് ട്രാൻസിഷൻ ആണ്. ഒരു സ്ലൈഡ് വന്ന് മറ്റേ ഒരു സ്ലൈഡിൻ്റെയും വേറൊരു സ്ലൈഡിൻ്റെ ഇടയ്ക്ക് വരുന്ന സ്ലൈഡ് ട്രാൻസിഷൻ ആണ്. ഓക്കെ, എ ന്യൂ പ്രസൻറ്റേഷൻ ക്യാൻ ബി ക്രിയേറ്റഡ് ഫ്രം ഓൾ ഓഫ് ദി അബവ്. ബ്ലാങ്ക് പ്രസൻറ്റേഷൻ ക്രിയേറ്റ് ചെയ്യാം, ഒരു ഡിസൈൻ ടെംപ്ലേറ്റിന് പ്രസൻറ്റ് ചെയ്യാം അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യാം, എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രസൻറ്റേഷൻ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, which of the feature of OOP indicates code reusability? Which feature of the OOP indicates code reusability? Inheritance. Okay, inheritance. Option C. Which access specifier is used for constructions in C++? C++ use ചെയ്യുന്ന constructors. Okay, ഏതാ? public ആണ്. MDI stands for MDI, multiple document interface. Which command is used to delete a table from database? ഒരു ടേബിൾ ഡാറ്റാബേസിന് ഡിലീറ്റ് ആക്കാൻ യൂസ് ചെയ്യുന്ന കമാൻഡ് ഡ്രോപ്പ് ആണ്. ഡ്രോപ്പ്. Which command is used to add a column into database table? Which command is used to add a column into database table? Alter table ആണ്. What is the correct JavaScript syntax to write hello world? What is the correct JavaScript syntax to write hello world? Option C, document.write hello world. So ഇന്നത്തെ ഇത്രയേ ഉള്ളൂ. ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. അപ്പം എല്ലാവരും പോയി നല്ലോണം എക്സാം എഴുതുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ. ഓക്കെ, ബൈ.